ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഓണം സ്പെഷ്യൽ വ്ളോഗാണ്. ഞാനിപ്പോൾ നൈറ്റ് ഡ്യൂട്ടിക്ക് വേണ്ടിയിട്ട് യൂണിഫോമൊക്കെ ഇട്ട് റെഡിയായി. ഇന്ന് എനിക്ക് നൈറ്റാണ്. നാട്ടിലെല്ലാവരും ഓണം ആഘോഷിക്കുവാണ്. അപ്പം നൈറ്റ് കഴിഞ്ഞിറങ്ങി. സാധാരണ യൂണിഫോം ഇട്ട് ഡ്യൂട്ടിക്ക് കയറി കഴിഞ്ഞാൽ ഞാൻ എല്ലാം മറക്കുന്നുണ്ട്. പക്ഷേ ഇത് വല്ലാത്ത സങ്കടമായിരുന്നു. എൻ്റെ എൻ്റെയർ നൈറ്റ് എനിക്ക് വിഷമമായിരുന്നു. കാരണം കഴിഞ്ഞ 25 വർഷത്തിനിടയ്ക്ക് ആദ്യമായിട്ടാണ് ഓണത്തിന് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന. രാത്രി ഭയങ്കര വിഷമമായിരുന്നു. ഞാൻ രാത്രി തന്നെ ഭഗത്തിനെ വിളിച്ച് സെറ്റാക്കി. ഞാൻ കരഞ്ഞ് വിളിച്ചായിരിക്കും നാളെ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങാൻ പോകുന്നത്. അതുകൊണ്ട് നീ എന്തായാലും ഞാൻ ഡ്യൂട്ടി കഴിയുമ്പോൾ എന്നെ വിളിക്കാൻ വരണം. അവൻ നിനക്ക് പറഞ്ഞ പോലെ തന്നെ 7:30 ആയപ്പോഴത്തേനും അവൻ വിളിക്കാൻ വന്ന്. അപ്പോൾ അവനിങ്ങനെ വന്നോണ്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് നിൻ്റെ വിഷമമൊക്കെ മാറിയാ? എവിടെ നിന്ന് ഒരു രക്ഷയില്ല. അപ്പോൾ സാധാരണ നൈറ്റ് കഴിഞ്ഞ് കിടന്നുറങ്ങും. ഇപ്പോൾ ഇന്ന് ഞങ്ങൾ ഉറങ്ങുന്നൊന്നുമില്ല. ഞാൻ പറഞ്ഞേടാ, നമുക്കൊരു ഓണപ്പരിപാടി ഉണ്ട്. UK ഒരു തട്ടിക്കൂട്ട് ഓണം, ഒരു ഓണാഘോഷം നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്കും കാണിച്ചു തരാം. അപ്പോൾ കമോൺ. ഇരുപത് മിനിറ്റിന് ശേഷം എനിക്കൊരു കാര്യം മനസ്സിലായി. സോറി ഗൈസ്, സാരി ഉടുപ്പ് നമുക്ക് പറ്റിയ പണിയല്ല. സോ ഗൈസ്, അപ്പം ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്നൊരു ഐഡിയ തോന്നിയതാണ്. ഇപ്പം എൻ്റെ ഫേസ് കണ്ടാൽ നിങ്ങൾ വിചാരിക്കും ഞാൻ മഞ്ഞപ്പൊടിയിൽ മുഖം കുത്തി വീണതാണെന്ന്. സംഭവം വേറൊന്നുമല്ല. നാട്ടിലാണെങ്കിൽ ഓണത്തിന് നമ്മളിങ്ങനെ ഫേഷ്യലൊക്കെ ചെയ്യുമല്ലോ, ത്രെഡിങ്ങും ഫേഷ്യലൊക്കെ. അപ്പം ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മളൊരു സാധാരണ ഒരു ക്ലീനപ്പ് പോലെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ തന്നെ നാട്ടിൽ ഒരു 4000 രൂപയൊക്കെ ആവും. അതിന് വലിയൊരു ഇതൊന്നും കിട്ടത്തില്ല. അപ്പം ഞാൻ ഏതോ ഒരു ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ് ഇതിൻ്റെ ഒരു ഗോൾഡൻ പീൽ ഓഫ് മാസ്ക്. ഇതെന്തോ ഒരു പൗണ്ട് എന്തോ ഉള്ളൂ. പക്ഷെ നല്ല അടിപൊളി സാധനമാണ്. കാരണം ഇത് ഇടയ്ക്ക് കഴിയുമ്പോൾ ഭയങ്കര ഒരു ഗ്ലോ ആണ്. അപ്പം ഞാനിപ്പം വെറുതെ കബോർഡ് പറക്കി ഒഴിച്ചപ്പോഴത്തെ എനിക്ക് കിട്ടി. അപ്പം ഞാൻ അതിലിട്ടിരിക്കുവാണ്. ഗ്ലോയ്ക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. നോക്കട്ടെ. ദിവസം അങ്ങനെ ഞാൻ പീൽ ഓഫ് മാസ്ക് ഒക്കെ ഇളക്കി കളഞ്ഞ് റെഡിയായി. ഐലൈനർ ഇട്ട് ലിപ്സ്റ്റിക് ഇട്ട് എന്തോ ഒരു കുറവ് പോലെ അല്ലേ. സംഭവം എന്താണെന്ന് അറിയാമോ? ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് ചന്ദനമുണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ അതും കൂടി ഇടുമ്പോഴത്തേന് സെറ്റാവും. ഞാൻ മുളപ്പം എടുത്തിട്ട് ഗൈസ്, അപ്പോൾ ഇതാണ് എൻ്റെ ഓണം ലുക്ക്. ഞാൻ തപ്പിപ്പിടിച്ച് ചന്ദനമൊക്കെ എടുത്ത് സെറ്റാക്കി. പിന്നെ അത്തിടാൻ പറ്റാത്ത സങ്കടം ഞാൻ ഈ ഷോൾ ഇട്ടങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത്. എനിക്ക് തോന്നുന്നത് കേരളത്തിലുള്ള എല്ലാ പൂജ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ അവസരത്തിൽ എന്നെ പോലെ സ്വന്തമായിട്ട് സാരി ഉടുക്കാനൊന്നും കഴിവില്ല, വീട്ടുകാരെ മിസ് ചെയ്യുന്നവരൊക്കെ കമന്റ് ഇടുക. ഞാൻ ശരിക്കും സാരി ഉടുക്കാൻ പ്ലാൻ ചെയ്ത, പക്ഷെ അറിയില്ല. എന്താ ഭയങ്കര സങ്കടം. അമ്മേനൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നു. എന്റെ കുഴപ്പമില്ല, ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പൊ എങ്ങനെയുണ്ട്, കൊള്ളാവോ? അപ്പൊ എന്തായാലും നമുക്കിനി സദ്യ കഴിക്കാനായിട്ട് പോകാം. കമോൺ. സോ ഗൈസ്, അപ്പം നിങ്ങൾ ഈ കണ്ടതൊക്കെയാണ് ഞങ്ങളുടെ ഓണം. കാരണം ഇന്നലെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. കാരണം നാട്ടിലെല്ലാവരും ഭയങ്കരമായിട്ട് ഓണം ആഘോഷിക്കുന്നു. ഇവിടെ ഒന്നുമില്ല. ഒരു റൂമിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡ് പോലും കഴിച്ചില്ല. അപ്പോൾ ഇങ്ങനെ ഇൻസ്റ്റഗ്രാം തുറക്കുമ്പോൾ അല്ലെങ്കിൽ വീട്ടിൽ വിളിക്കുമ്പോഴൊക്കെ ശരിക്കും സങ്കടമായിരുന്നു. പക്ഷേ ഇന്നത്തെ ഓണം അടിപൊളിയായിരുന്നു. കാരണം ഞങ്ങൾ ആ വീട്ടിൽ പോകുമ്പോഴും റൺഷേച്ചി ഞങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും ഇത്രയും ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തില്ല. അവിടെ ചെന്നപ്പോൾ ഒത്തിരി ആൾക്കാരും നാട്ടിലെങ്ങനെയാണോ ഞങ്ങൾ ഫുഡ് കഴിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു ഓണം ആ ഒരു ഫീൽ അതുപോലെ കിട്ടി. അടിപൊളിയായിരുന്നു.
പിന്നെ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഞാൻ ഒന്നും കൂടി കുറച്ച് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് വീഡിയോ, കുറച്ച് പട്ടിഷോ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം എന്തായാലും എനിക്ക് സാരി ഉടുക്കാൻ പറ്റാത്തതിൻ്റെ വിഷമവും മാറി കിട്ടി. കാരണം കുറച്ച് ഇതിട്ടിട്ട് 1-2 നല്ല ഫോട്ടോസ് കിട്ടി. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ നാട്ടിലുള്ള എല്ലാവരും മാക്സിമം അടിച്ചു പൊളിക്കുക, എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. കാരണം നമ്മൾ അവിടെ നിന്ന് മാറി നിൽക്കുമ്പോഴേ അതൊക്കെ നമുക്ക് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്ന് തോന്നും. കുറച്ച് ഫിലോസഫി ആയി പോയാ എന്നാലും അതെ. കാരണം ഇപ്പൊ ശരിക്കും എല്ലാ നാട്ടിലുണ്ടായിരുന്ന എല്ലാം ഞാൻ മിസ് ചെയ്ത്. അടുത്ത ഓണത്തിന് എമർജൻസി ലീവ് എടുത്തിട്ടാണെങ്കിലും ശരി ഞാൻ നാട്ടിൽ പോയി. എനിക്ക് ഈ പ്രഷർ താകാൻ വയ്യ. സോ അപ്പം എന്താണ്, എല്ലാവരും ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ടിരിക്കുക. അപ്പൊ ഇതാണ് ഞങ്ങളുടെ ഓണം. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം. ബൈ.